ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ അനാമികയാണല്ലോ ഇപ്പം വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അനാമിക ഇന്റർവ്യൂ കൊടുത്തതിനെ ചൊല്ലിയുള്ള വഴക്കുകളും അതുപോലെയുള്ള സംസാരങ്ങളൊക്കെയാണ് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അനാമിക ഇന്റർവ്യൂ കൊടുത്തത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ നന്ദുവിന് പുതിയ ഒരു ആള് വന്നിരിക്കുകയാണ്. നന്ദുവിനെ സ്നേഹിക്കാനും മനസ്സറിഞ്ഞങ്ങോട്ട് നമ്മുടെ നന്ദുവിനെ സ്നേഹിച്ചു കൊല്ലാനാന്നാ തോന്നുന്നത്. ഏതായാലും ഭയങ്കരമായിട്ട് നമ്മുടെ നന്ദുവിനെ അങ്ങോട്ട് തലക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ പുതിയ ആ ഒരു പോലീസുകാരന്. അപ്പൊ പുള്ളിക്കാരൻ നന്ദുവിനെ കുറിച്ച് സ്വപ്നം കാണുന്നു, നന്ദുവിനെ കുറിച്ച് അവിടെ ഉള്ളവരോടെല്ലാം ചോദിച്ച് നന്ദുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നന്ദുവിന്റെ പുറകെ അനി എന്ന് പറയുന്ന ഒരു പയ്യൻ നടക്കുന്നുണ്ട് എന്ന് അവിടുത്തെ കോൺസ്റ്റബിൾസിന്റെ ഒക്കെ കയ്യിൽ നിന്ന് പുള്ളിക്കാരന് വിവരം കിട്ടിയത്. ഓഹോ, അങ്ങനെ ഒരാൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കിട്ട് പണി കൊടുക്കണമല്ലോ. കാരണം നമ്മുടെ നന്ദുവിന് വേറെ ആരും സ്നേഹിക്കുന്നത് ഇപ്പൊ അയാൾക്ക് ഇഷ്ടമല്ല. അയാൾക്ക് ഭയങ്കര സ്നേഹമാണല്ലോ, അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്നാ പിന്നെ അവനെ ഒന്ന് കാണണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും മറ്റേ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇവർക്കിടയിൽ കുറെ ട്രാജഡികളൊക്കെ നടന്നിട്ടുണ്ട് സാറേ. പിന്നെ ഈ പറയുന്ന പുറകെ നടക്കുന്ന ആളെ അത്രയ്ക്ക് ചില്ലറക്കാരനൊന്നും അല്ല. അനന്തപുരി തറവാടെന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ കൊച്ചുമോന. പിന്നെ ഈ അനാമികയല്ല, സോറി, നന്ദുവിനെ വിവാഹം കഴിച്ചേക്കുന്നതല്ല, ഈ നന്ദുവിന്റെ ചേച്ചിമാര് വിവാഹം കഴിച്ചേക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ്. അവിടുത്തെ 2 ആൺമക്കളെയാണ് നന്ദുവിന്റെ ചേച്ചിമാര് രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത്. അതായത് ആ വീട്ടിലേക്കാണ് ചെന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം നന്ദുവും ആ വീട്ടിലേക്ക് ചെന്ന് കയറാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ നന്ദു എന്നല്ലാട്ടോ പറയുന്നത്, സാറിന് തന്നെയാണ് നന്ദുവിനെ വിളിക്കുന്നത്. അപ്പൊ സാറിനും അങ്ങനെ കയറി ചെല്ലാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ സാറിന് ആ പയ്യനോട് വലിയ ഇഷ്ടമൊന്നുമില്ല, ഇഷ്ടമില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറൊരു വാർത്തയും കൂടി പരന്നായിരുന്നു. ഈ അനി എന്ന് പറയുന്ന പയ്യനെ പുറകെ നടക്കുക മാത്രമല്ല, നമ്മുടെ സാറിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു ദിവസം എവിടെയോ പോയി നിൽക്കുകയും മിസ്സിങ് ആകുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ സാറ് തപ്പിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് കണ്ടു. പക്ഷെ അവിടെ വെച്ച് നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വൈറലായ ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ വേണേ സാറിന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ പോലീസുകാരന് അന്ന് അമ്പലത്തിൽ വെച്ച് നടന്നില്ലേ കുറെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ നന്ദു അനിയെ ആശ്വസിപ്പിക്കാൻ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തതൊക്കെ എടുത്ത് ഈ പോലീസുകാരന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരൻ അങ്ങോട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ഓഹോ, അത് കൊള്ളാലോ, ഇവനെ ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ട് ഇവനിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് തന്നെ കാര്യം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, അവൾ എന്റെ പെണ്ണ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിലൊക്കെ ഇങ്ങനെ പറയാണ്. മറ്റേ പോലീസുകാരോട് പറയുന്നില്ല കേട്ടോ, മനസ്സിലൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതിനിടയിൽ ഈ പറയുന്ന പോലീസുകാരന് വേറൊരു പെണ്ണിനെ, അതായത് മുറപ്പെണ്ണ്, അമ്മാവന്റെ മോളെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ അമ്മാവും വരുന്നുണ്ട് കേട്ടോ. ആ അമ്മാവും വന്നിട്ട് ഈ വിവാഹക്കാര്യം സംസാരിക്കുന്നത് ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പം അതിനോട് വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ പോലീസുകാരൻ സംസാരിക്കുന്നത്. അത് പ്രായത്തിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ, അവള് ഒരു കൊച്ചു പെണ്ണല്ലേ, എനിക്ക് ഇത്രയും പ്രായമില്ലേ, അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ ഇത്രയും നാള് താല്പര്യം ഉണ്ടായിരുന്നു. നന്ദുവിനെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പം ആ പുള്ളി, അതായത് അമ്മാവന്റെ മോളെ കെട്ടാൻ താല്പര്യം ഇല്ല എന്ന് പറയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും അമ്മാവന് ദേഷ്യം വരുമല്ലോ. അമ്മാവൻ പറഞ്ഞു, എന്താ നീ പറയുന്നത്, നീ എന്താ ഈ സംസാരിക്കുന്നത്, നമ്മള് ഉറപ്പിച്ചു വെച്ചൊരു കാര്യമല്ലേ, നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഞാൻ പിന്നെ പറയാം, എന്റെ മനസ്സിലുണ്ടോന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ പിന്നെ പറയാന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ നന്ദുവിനെ വിളിച്ച് വീണ്ടും ശല്യം ചെയ്യുകയാണ് കേട്ടോ ഈ പോലീസുകാരൻ. നന്ദുവിനെ വിളിക്കുന്നു. നന്ദു വിളിച്ചു കഴിയുമ്പോൾ നന്ദുവിനെ എടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, നമ്മുടെ നന്ദുവിനേക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ എടുക്കാതിരിക്കുന്നത് മോശമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നന്ദു എടുത്തിട്ട് എന്താ ഇങ്ങോട്ട് വിളിച്ചത് സാറിന് ചോദിക്കുമ്പോഴത്തേക്ക്, ഹേയ് ഞാൻ വെറുതെ വിളിച്ചതാ, നന്ദു എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, നന്ദു ഇന്ന് ലീവാണോ എന്നൊക്കെ ചോദിച്ച് ഇച്ചിരി ഷുഗർ ഒക്കെ ചേർത്ത് ഇങ്ങനെ വർത്താനം പറയുകയാണ് കേട്ടോ. അപ്പൊ നന്ദുവിന് ഇത് കാണുമ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം വരാണ്. അറിയാലോ, സ്വാഭാവികമായിട്ട് റൂട്ട് മാറുന്ന എങ്ങോട്ടാണെന്ന് ഒരു പെങ്കൊച്ചിന് മനസ്സിലാവൂല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നന്ദുവിന് മനസ്സിലായി ഇയാൾക്ക് എന്തോ ചെറിയ ഇളക്കമുണ്ട്, ഇയാളുടെ ഇളക്കം ഞാൻ മാറ്റി കൊടുക്കണുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. പക്ഷെ മുഷിപ്പിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മുഷിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് മുഷിഞ്ഞ് സംസാരിക്കുന്നില്ല കേട്ടോ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യനെ വീണ്ടും കുത്തിത്തിരിക്കാൻ വേണ്ടി ജാനകിയും
ജലജയും ഒക്കെ ചെല്ലുകയാണ്. കാരണം നവ്യനെ ഇവരുടെ വശത്തേക്ക് ആക്കണം, ജാനകിയുടെ വശത്തേക്ക് ആക്കണം. പക്ഷെ നവ്യ അമ്പിലും വില്ലിലും ഒന്നും അടുക്കണില്ല കേട്ടോ. നവ്യ ഇപ്പോഴും പറയുന്നത് അനാമിക ചെയ്തത് തെറ്റ് തന്നെയാണ്, അനാമിക ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തി പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട്, അത് നിന്റെ അനിയത്തി പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നതല്ലേ, നിന്റെ അനിയത്തിക്കും അനിയെ ഇഷ്ടം തന്നെയാണ്. ഇനിയിപ്പോ അവൾ ഇങ്ങോട്ടേക്ക് കയറി വരുവാണെങ്കിൽ അവളെ നീ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വാ എന്നുള്ള രീതിയിൽ സംസാരിക്കുക നമ്മുടെ നവ്യയുടെ മനസ്സിൽ പറയാൻ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അവൾ ഒരിക്കലും അനിയെ സ്നേഹിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ പറയുന്നത് ധിക്കരിച്ച് അവൾ ഒരിക്കലും ചെയ്യില്ല. പിന്നെ ഈ പറയുന്ന അമ്മയും ഒക്കെ പറയുന്നതിൽ വലിയ വാസ്തവമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ നല്ല വാസ്തവമുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, പക്ഷെ വാസ്തവമില്ലാത്ത കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ അനാമിക എന്ന് പറയുന്ന പെണ്ണ് കാണിച്ചു കൂട്ടിയ വൃത്തികേടിനൊക്കെ ശരി വെച്ച് കൊടുക്കാൻ എങ്ങനെ അമ്മായിക്ക് തോന്നുന്നു? അമ്മായിയുടെ മകന്റെ ജീവിതം തന്നെയല്ലേ അവൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അമ്മായിക്ക് എങ്ങനെ ശരി വെച്ച് കൊടുക്കാൻ തോന്നുന്നു? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. അവൾ ഇതൊന്നും പുറത്തു വിടാൻ പാടില്ലായിരുന്നു. ഇപ്പൊ എന്തോ ഏതോ ആയിക്കോട്ടെ, അവക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം വേണമെങ്കിൽ അവൾ മേടിച്ചെടുത്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൾ ഇതൊക്കെ പുറത്തു വിട്ടത് അത് വലിയ മോശമായി പോയി. എന്റെ അനിയത്തിയുടെ ഭാവിയും കൂടി ഒന്ന് ഓർത്തു നോക്ക് നിങ്ങൾ. എന്റെ അനിയത്തിക്ക് ഒരു ഭാവി ഉള്ളതല്ലേ, എന്റെ അനിയത്തിയുടെയും കൂടെ ഭാവി തകർത്തിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം അനി വിവാഹം നന്ദുവിനെ കഴിച്ചെന്ന് പറഞ്ഞാലും അതിശയിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സമ്മതിക്കില്ല, അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ ആരാ പേരും പെട്ടെന്ന് ജാനകി ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ നയനയും ആദർശം കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നയന പറയുന്നത്, അവക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ അതല്ലേ ആദർശേട്ടാ നല്ലത്. അവക്ക് ഇനിയിപ്പം പൈസയാണ് വേണ്ടതെന്ന് വെച്ചാൽ പൈസ കൊടുത്തങ്ങ് ഒഴിവാക്കാം. എങ്കിൽ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇനി അതൊന്നും നടക്കുന്നു തോന്നുന്നില്ല നയനെ. മുത്തച്ഛൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മുത്തച്ഛൻ പൈസ അവക്ക് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നുമില്ല. അങ്ങനെ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടി അവൾ ആരാ? പൈസ കൊടുത്ത് ഒഴിവാക്കാൻ മാത്രം? അവൾ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ പറയുന്നത്. അവൾ അങ്ങനെ വല്ല നഷ്ടപരിഹാര തുകയും ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അവളുടെ കൈയും കാലും തല്ലി ഒടിച്ച്, അവളുടെ അച്ഛന്റെ അമ്മയുടെയും കൈയും കാലും തല്ലി ഒടിച്ച് വിടുകയുള്ളൂ മുത്തച്ഛന്റെ സ്വഭാവം നിനക്ക് പൂർണ്ണമായിട്ടും അറിയാൻ മേലാഞ്ഞിട്ടാ. മുത്തശ്ശൻ ഒന്ന് തീരുമാനിച്ചത് തന്നെയാണ്. ന്യായത്തിന്റെ കൂടെ മുത്തശ്ശൻ നിൽക്കും, പക്ഷെ അന്യായത്തിന്റെ കൂടെ മുത്തശ്ശൻ ഒരിക്കലും നിൽക്കത്തില്ല. അവക്ക് വേണമെങ്കിൽ ഇതിനു മുമ്പ് വന്ന് ഇവിടെ ചോദിക്കാമായിരുന്നു, പറയായിരുന്നു, നഷ്ടപരിഹാരം കൊടുത്തേനെ. പക്ഷെ ഇനിയിപ്പൊ നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് നാറ്റിക്കാനുള്ളത് അത്രയും നാറ്റിച്ചല്ലോ, ഇനിയിപ്പൊ എന്താ നാറ്റിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ വരുന്നുണ്ട്. അപ്പൊ നവ്യ വന്ന് നയനോട് വീണ്ടും സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ ചെയ്ത തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും അത് അറിയാതെ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോ അറിയാതെ ചെയ്ത തെറ്റെങ്ങനെയാ നയനെ അറിയാതെ ചെയ്ത തെറ്റാവുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നവ്യേച്ചി കൂടുതൽ എന്റെ വാ തുറപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ ആദർശേട്ടൻ അറിയാതെ ചെയ്തോ അറിഞ്ഞുകൊണ്ട് ചെയ്തോ ഇനി തെറ്റ് ചെയ്യാതിരിക്കുക എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ലാത്ത പക്ഷം ഇവിടെ വേറെ ആർക്കും അതില് കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. പിന്നെ അനാമിക അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി അനാമികയ്ക്ക് കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നവ്യേച്ചി അനാമികയുടെ കൂടി അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവള് ചെയ്തേക്കുന്ന വലിയ തെറ്റ് നമ്മുടെ കുടുംബത്തെയും കൂടെ ബാധിക്കുന്നതാണ്. അനന്തപുരി തറവാട്ടിനെ മാത്രമല്ല നമ്മുടെ അനിയത്തിനെയും കൂടെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക ചെയ്യേണ്ടത്. അല്ലാതെ അവരും ഇവരും പറയുന്നത് കേട്ട് ആ സൈഡും ഈ സൈഡും ചാടി കളിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരു ന്യായവും ഇല്ല. അതുകൊണ്ട് ചേച്ചി ഒന്ന് മനസ്സിലാക്കുക. ചേച്ചി ഇപ്പൊ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ചേച്ചിയുടെ അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞു തരും, ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു തരും, അതുപോലെ ചേച്ചിയുടെ അമ്മായി എന്തെങ്കിലും പറഞ്ഞു തരും. ഇവരൊക്കെ പറയുന്നത് കേട്ട് തുള്ളാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജീവിതം അവസാനിക്കുന്നത് ചേച്ചിയുടെ തന്നെയാണ്. അത് ചേച്ചി മനസ്സിലാക്കണം എന്നിങ്ങനെ നമ്മുടെ നയന നവ്യോട് പറയുന്നുണ്ട്. ഏതായാലും നവ്യക്കൊന്നും പിടികിട്ടുന്നൊന്നുമില്ല. നമ്മുടെ ഈ നയനയുടെ മൂക്കില് വളഞ്ഞു പിടിച്ചോണ്ടുള്ള സംസാരം അത് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും നമ്മുടെ നവ്യനെ സേഫ് ആയിട്ട് നിർത്തണം. അപ്പൊ അതുകൊണ്ടാണ് നയന ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതെന്നെങ്കിലും ഒന്ന് വിചാരിച്ചുകൂടെ? അതുപോലും വിചാരിക്കാതെയാണ് ഇപ്പം നവ്യ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. നവ്യക്ക് ഇപ്പം വേറെ ഒന്നുമല്ല, അനാമിക എന്ത് ചെയ്തോ, അനാമിക എന്ത് വിളിച്ചു പറഞ്ഞോ ഒന്നുമല്ല നവ്യക്ക് ഇപ്പം പ്രധാനം. നവ്യക്ക് ഇപ്പൊ ആദർശിനെ മാറ്റണം. അപ്പൊ ആദർശിനെ MD സീറ്റിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആദർശിനോട് നേരിട്ട് നവ്യ പറയുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ആ MD സീറ്റിൽ നിന്ന് മാറത്തില്ലേ? അവിടെ നിങ്ങളല്ലേ ഇരിക്കേണ്ടത്. ആ അവകാശം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനോ മുത്തച്ഛനോ നിങ്ങളുടെ ഇളയച്ഛനോ ഒക്കെ കൊടുക്കേണ്ടതാണ്. അല്ലാതെ ഇത്രയും വൃത്തികേടൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ആ MD സീറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ തോന്നുന്നു മുഖത്ത് നോക്കി നമ്മുടെ നവ്യ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അതെ
നവ്യേ, നീ ഇപ്പൊ പറയുന്നത് ശരിയാണ്. എനിക്ക് എം ഡി സീറ്റിൽ നിന്നും മാറുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എം ഡി സീറ്റിൽ നിന്ന് ഞാൻ മാറിക്കോളാം, എന്റെ എല്ലാ അധികാരങ്ങളും ഞാൻ എടുത്തു കളഞ്ഞോളാം. പക്ഷെ അവിടെ മുത്തച്ഛനും അല്ലെങ്കിൽ പിന്നെ എന്റെ അച്ഛനും ഇളയച്ചനോ നിൽക്കാൻ തയ്യാറാകണം. അല്ലാതെ നിന്റെ ഭർത്താവിനെ നിർത്തുമെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞപ്പം എന്റെ ഭർത്താവ് ഇപ്പം നിങ്ങളെക്കാളും നല്ലതാണ്. എന്റെ ഭർത്താവിന് ഇപ്പൊ എന്താ കുഴപ്പമുള്ളത്? എന്റെ ഭർത്താവ് എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? നിങ്ങളെപ്പോലെ കൊടും പാപമൊന്നും എന്റെ ഭർത്താവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ നയനിട്ട് വായിട്ട് അടിക്കുക. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അറിയാം നയന, നിന്റെ ചേച്ചി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് നിനക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. കാരണം പുരുഷന്മാരത് സഹിക്കും, പുരുഷന്മാര് പലതും മറച്ചു പിടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല, നീ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. അല്ലാതെ നമ്മൾ വായിൽ തോന്നുന്ന വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചൊരിക്കലും എടുക്കാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് നീ എല്ലാം ക്ഷമിച്ചും സഹിച്ചും നിൽക്കണം. എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, ഞാൻ അത് കാര്യമാക്കുന്നില്ല. എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, എന്തോ ചെയ്തോട്ടെ, നിനക്ക് എന്നെ അറിയാലോ, നിനക്കറിയാം, അമ്മയ്ക്കറിയാം, മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ എന്നെ അറിയാം. പിന്നെ ആരും എന്ത് പറഞ്ഞാലും നീ മൈൻഡ് ആക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ നയന പറയുന്നുണ്ട്, എന്റെ ഭർത്താവിനെ കുറിച്ച് മോശം പറയുമ്പോൾ എങ്ങനെയാണ് ആദർശേട്ടാ ഞാൻ ഇതൊക്കെ കേട്ട് നിൽക്കുന്നത്? സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എന്റെ ചേച്ചിയൊക്കെയാണ്, അത് ശരിയാ. പക്ഷെ ഇപ്പൊ നാട്ടുകാർ എന്റെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നു. ഈ സോഷ്യൽ മീഡിയകളിൽ മൊത്തം പരന്നു എന്റെ ഭർത്താവ് ആരാണ് എന്താണെന്നൊക്കെയാണ് ഇപ്പൊ ചർച്ചാ വിഷയം. എല്ലാവരും കൂടി ആദർശേട്ടനെ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാതെ എന്റെ ഭർത്താവിനെ കൊത്തിപ്പറിക്കുന്നത് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സങ്കടം അത് ഞാൻ ആരോട് പറയും? എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ, സാരമില്ല നയന, നീ എല്ലാം ഇപ്പൊ സഹിച്ചേ ക്ഷമിച്ചേ പറ്റൂ. നമ്മുടെ കുടുംബം ഇതുപോലെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ തന്നെ സഹിക്കുകയും ക്ഷമിക്കുകയും വേണം. നമ്മളല്ലേ സഹിക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്? പിന്നെ ആരാ ക്ഷമിക്കേണ്ടത്? നിന്റെ ചേച്ചിയുടെ ജീവിതം നീയല്ലേ നോക്കേണ്ടത്? നിന്റെ ചേച്ചിയുടെ ജീവിതം തകരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തോന്നും അത് തകർന്നാലും കുഴപ്പമില്ല, എന്റെ ആദർശേട്ടനെ കുഴിയിലേക്ക് തള്ളിയിടാൻ എനിക്ക് പറ്റില്ല. ആര് കുഴിയിലേക്ക് തള്ളിയിട്ടു? നീ എന്നെ കുഴിയിലേക്ക് തള്ളിയിട്ടോ? ഒരിക്കലും ഇല്ല. സത്യങ്ങൾ ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. അത് എന്നെങ്കിലും ഒരു ദിവസം പുറത്തു വന്നിരിക്കും നയന. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. അല്ലാതെ ഒരിക്കലും നമ്മളായിട്ട് ആരുടെയും ജീവിതം നശിപ്പിക്കാൻ പാടില്ല. പിന്നെ മുത്തശ്ശൻ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുത്തച്ഛൻ അത് കണ്ടറിഞ്ഞ് ചെയ്തോളും, നീ പേടിക്കണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽപ്പുണ്ട്. മാത്രമല്ല നന്ദു മറ്റേ വശത്ത് ആ മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓരോരോ കോപ്രായങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ചുമ്മാ എന്നാ പുള്ളിക്കാരന്റെ വിചാരം പുള്ളിക്കാരൻ എന്തോ സിനിമാ നടനാന്നൊക്കെയാണ് കേട്ടോ. പുള്ളിക്കാരൻ അതുപോലെയാണ് നമ്മുടെ നന്ദുവിനോട് പറയുന്നത്. നന്ദുവിനറിയാം, നന്ദുവിന് ഇഷ്ടമേ അല്ല, പക്ഷെ സഹിച്ചേ പറ്റൂ. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ വിശേഷം ഫുള്ള് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഇന്ന് വിടുന്നത്. എന്നും ഈ സമയത്ത് തന്നെയായിരിക്കും നമ്മൾ ഇനി വിശേഷം ഇടുക കേട്ടോ. അത് രാവിലെ എന്നും നമ്മൾ വിശേഷം ഇടത്തില്ല. നമ്മളൊരു 7 മണി ആകുമ്പോഴത്തേക്കും രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടുന്നുണ്ട്. 7 മണി 7:15 മുമ്പ് നമ്മൾ ഏതായാലും രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നയനിയുടെയും ആദർശിന്റെയും കഥ നമ്മൾ ഇടുക. അപ്പൊ ഒരു 9 മണിയോടൊക്കെ കൂടിയായിരിക്കും നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഇനി മുതൽ എന്നും അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പൊ രാവിലെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രാവിലെ നിങ്ങൾ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാട്ടോ ഞാൻ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.